ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2 ചോദ്യങ്ങൾ. അതായത് ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അറിയാവുന്നവർ വിട്ടേക്കുക. ഇതൊരു അറിവ് കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ശൃംഗക്കുട്ടി അവിടെ തലമുടി ചീവിക്കൊണ്ടിരിക്കുക. നമുക്ക് ശൃംഗക്കുട്ടിയോടൊന്ന് ചോദിച്ച് നോക്കാം, അറിയാമോ എന്ന്. ഓക്കെ, വരൂ. ഹായ് കുട്ടി. ഹലോ. ഓക്കെ തലമുടി ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ ഇപ്പോൾ ഡാഡ് വന്നത് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ചോദ്യമല്ല, അതിൻ്റെ കൂടെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? APJ അബ്ദുൽ കലാം നമ്മുടെ ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാവുന്നവർ വിട്ടേക്കുക, അറിയാൻ പാടില്ലാത്തവർ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ആദ്യം ശൃംഗക്കുട്ടിയെ പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ശൃംഗക്കുട്ടിയുടെ നമുക്ക് APJ അബ്ദുൽ കലാം നമ്മുടെ ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു? 11th, അതായത് 11ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻ്റാണ് ആയിരുന്നു APJ അബ്ദുൽ കലാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാവരും APJ അബ്ദുൽ കലാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ APJ ഈ 3 വാക്കുകളുടെ ഫുൾ മീനിങ് അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാവോ? നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവർ വിട്ടേക്കുക. ശൃംഗക്കുട്ടിക്കറിയാം. ശൃംഗക്കുട്ടിക്ക് പിന്നെ എല്ലാം അറിയാം, കാരണം പുള്ളിക്കാരി എല്ലാം പഠിച്ചിങ്ങനെ എല്ലാം തലയിൽ കയറ്റി വെച്ചിരിക്കുക. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ശൃംഗക്കുട്ടി പറയും A എന്താണ്, P എന്താണ്, J എന്താണ്. ഓക്കെ, നോക്കാം. ഫുള്ളായിട്ട് പറയണ്ട. എനിക്ക് A എന്താണ്, P എന്താണ്, J, ഈ 3 APJ അബ്ദുൽ കലാം. A for അവൽ. A for അവൽ. അപ്പോൾ P for പകീർ. P for പകീർ. J for ജൈനുലബ്ദീൻ. സൂപ്പർ. അപ്പൊ ഫുൾ നെയിം എന്താന്ന് വെച്ചാൽ അവൽ പകീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം. സൂപ്പർ. അതായത് എന്നോട് പറഞ്ഞോളൂ. അവിലല്ലടോ, അവൽ അവൽ പകീർ ജൈനുലബ്ദീൻ. ഇതാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം. താങ്ക് യു. ഓക്കെ.